ഇറഗുലർ പീരീഡ്സ് കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? ശരിക്കും ഇറഗുലർ പീരീഡ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇറഗുലർ പീരീഡ്സ് ഉണ്ടാകുന്നത്. ഇപ്പം ചെറിയ കുട്ടികളെന്നല്ല, വലിയ ആൾക്കാർ എല്ലാവർക്കും ഇത് കോമൺ ആയി വരികയാണ്. എന്തു വെച്ചാൽ എല്ലാവർക്കും ഇപ്പം ഉറക്കം പല സമയത്താണ്. എല്ലാവരും ഒരേ സമയത്തൊന്നും അല്ല ഉറങ്ങുന്നത്. ചിലർക്ക് നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവരുണ്ടാവും, രാത്രി ഇന്ന് ലേറ്റായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. പലതരത്തിലാണ് അവർക്ക് അതുമായി ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഉറക്കം മാത്രമല്ല, നമ്മളുടെ ഫുഡ് ഹാബിറ്റുകൾ മാറുന്നു, ജീവിത ശൈലികൾ മാറുന്നു, എക്സസൈസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ആക്ടിവിറ്റികൾ ഇല്ലാതെ വരുന്നു. അപ്പം പലതരത്തിൽ നമ്മൾക്ക് ഇത് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഹോർമോണിലുണ്ടാകുന്ന വേരിയേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ PCOD ഉണ്ടാകുന്നു, PCOS ഉണ്ടാകുന്നു. ഇങ്ങനെ പലതരത്തിൽ അവർക്കത് ബുദ്ധിമുട്ടുകളായിട്ട് മാറുന്നു. ഇങ്ങനെ ഉള്ളവർക്ക് ചിലർക്ക് ഭയങ്കര ഡൗട്ടാണ്, ഓക്കെ എനിക്ക് കൺസീവ് ആകാൻ പറ്റുമോ? പക്ഷേ അങ്ങനെയുള്ളവർക്കും കൺസീവ് ആകാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 6 months എങ്കിലും ഒരു ഗ്യാപ്പ് ഇടുക. ആ ഗ്യാപ്പ് ഇട്ടിട്ട് ആ സമയം കൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസും എടുത്ത് കൃത്യമായുള്ള എക്സസൈസും ചെയ്ത് നമ്മളുടെ ലൈഫ് സ്റ്റൈലും കറക്റ്റ് ചെയ്യുക. ഉറക്കം കറക്റ്റ് ചെയ്യുക, വെള്ളം കുടി കറക്റ്റ് ചെയ്യുക, നമ്മൾക്ക് കൃത്യമായ ആഹാരം കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ബോഡി ഫാറ്റും കുറയ്ക്കുക. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ PCOS അല്ലെങ്കിൽ PCOD ഇതെല്ലാം നമ്മളുടെ കൺട്രോളിലേക്ക് വരും. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കൺസീവ് ആവുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഇത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാതെ നമ്മൾ കൺസീവ് ആയാൽ എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ADHD അല്ലെങ്കിൽ ഇപ്പം ഓട്ടിസം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ കൺസീവ് ആകുമ്പം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സഫർ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ വരും തലമുറയെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എഫേർട്ട് ഇടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം അതിന് പ്രിപ്പയർ ആണോ, മാനസികമായി പ്രിപ്പയർ ആണോ എന്ന് ആദ്യം നമ്മൾ നോക്കുമല്ലോ, ശാരീരികമായി പ്രിപ്പയർ ആണോ എന്ന് കൂടി നമ്മൾ നോക്കുക. അപ്പം നമ്മൾ ആദ്യം മാനസികമായി പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ശാരീരികമായി പ്രിപ്പയർ ചെയ്യാനും ഒരു ടൈം ഡ്യൂറേഷൻ കൊടുക്കുക. ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് നിങ്ങൾ കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുക. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.